പക്ഷെ നമ്മളെ മണിച്ചേട്ടനായിരുന്നെങ്കിൽ ഇതിനെങ്ങാണ്ടി ഗംഭീരമായിട്ട് കിട്ടിയത്. പക്ഷെ നഷ്ടപ്പെട്ടു പോയതിൽ ഭയങ്കര വിഷമമാണ്. എന്നാലും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മരിക്കാതെ ജീവിക്കുന്ന നമ്മുടെ മണിച്ചേട്ടൻ. അതുകൊണ്ട് സുരാട്ടനൊക്കെ അതേ കണ്ട് തന്നെയാണ് വന്നത്. എന്നാലും സുരാട്ടൻ ഇപ്പൊ അഭിനയത്തിൽ തന്നെ ഭയങ്കരമായിട്ട് സെറ്റായിട്ട് നിൽക്കണം. ഇപ്പൊ വലിയ ഹൈപ്പുള്ള നായികമാരെ നെയ്യൊക്കെ വേണ്ട, നായികമാര് കയറി വരണം. മനസ്സിലായോ? ഒരു ചെറിയ പടത്തിൽ ഒരു ചെറിയ ഒരു ഫ്രെയിമിൽ വരണവര് അവരോട് നായിക വിക്രത്തിന്റെ നായികയായിട്ട് അവര് അഭിനയിക്കാനെന്ന് പറയുമ്പോഴത്തെ പുള്ളി ഒരു മടിയും കാണിക്കൂല. അവസരം കൊടുത്തിരിക്കുകയല്ലേ, അവളും കട്ടയ്ക്ക് നിൽക്കുകയല്ലേ. അയാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിങ് നന്നായിട്ട് പറയണം. ആക്ടിങ് അതാണ് നമ്മുടെ വിക്രത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. അഭിനയ കുലപതിയല്ലേ, ഒന്നും പറയാം. അതേപോലെ തന്നെ നല്ല നടി കട്ടക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ മണിച്ചേട്ടന്റെ അതേ രീതി തന്നെയാണ്. കൊള്ളാം, അടിപൊളി സിനിമ. സുരാജാണ്. സുരാജിന്റെ സെറ്റായിരുന്നു, അടിപൊളിയാണ്. സുരാജ് അടിപൊളി അഭിനയമായിരുന്നു. മലയാളത്തിലെ അതുപോലെ തന്നെ തമിഴിലും അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും, കാര്യം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉറപ്പായിട്ടും നല്ല നല്ല മൂവിയായിരുന്നു കേട്ടാ. സൂപ്പർ. ഫൈറ്റ് ഒന്നും പറയാനുണ്ടാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഹൈപ്പേറിയ ഫൈറ്റ് അല്ല. നായകൻ ഇടി വാങ്ങിക്കുകയും ചെയ്യും. ഇടി അങ്ങോട്ട് ഒറിജിനലാണ്. കാര്യം നായകന് 5 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നായകൻ ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുള്ളൂ. അങ്ങനത്തെ ഫൈറ്റും കാര്യം, അതാണ് വിക്രം എന്ന് പറയുന്നത്.